ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്ററായ സോളിഡ്സ് അഥവാ ഘനരൂപങ്ങളിലെ 1ാമത്തെ ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ വർഷം പ്രിസത്തിനെ പറ്റി പഠിച്ചു, സ്തംഭങ്ങളെ പറ്റി പഠിച്ചു. ഞാനിവിടെ കുറച്ച് സ്തംഭങ്ങൾ വരച്ചിട്ടുണ്ട്. നമുക്ക് സ്തംഭങ്ങൾ എന്താണെന്ന് അറിയാം അല്ലേ? അപ്പോൾ ആദ്യം ഞാൻ വരച്ചിരിക്കുന്നത് ഒരു സമചതുര സ്തംഭം അഥവാ സ്ക്വയർ പ്രിസമാണ്. പിന്നെ വരച്ചിരിക്കുന്ന ഒരു ട്രയാങ്കിൾ പ്രിസം, പിന്നെ വരച്ചിരിക്കുന്ന ഒരു സിലിണ്ടർ അല്ലേ? അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന എക്സാമ്പിൾസ് ഒക്കെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പ്രിസം അഥവാ സ്തംഭത്തിന് പേര് കൊടുക്കുന്നത് അതിൻ്റെ പാദത്തിൻ്റെ ഷേപ്പ് അനുസരിച്ചാണ്. പാദം എന്ന് പറയുമ്പോൾ ഒരു പ്രിസത്തിന് ഒരേപോലത്തെ 2 പാദങ്ങളുണ്ട്, 2 ബേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സ്ക്വയർ പ്രിസം എടുത്താൽ ഇവിടെയും ഒരു ബേസ് ഉണ്ട്, അതായത് ഇങ്ങനെയും വെക്കാം അതിന്, അല്ലെങ്കിൽ ഇങ്ങനെയും വെക്കാം. സെയിം സൈസിലാണ് 2 ബേസും കിടക്കുന്നത്. അപ്പോൾ ആ പാദത്തിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ടാണ് നമ്മൾ പേര് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു സ്ക്വയർ പ്രിസം അഥവാ സമചതുര സ്തംഭമാണ്. ഇവിടെ വരുമ്പോൾ ത്രികോണമാണ് പാദം, 2 ഒരേപോലത്തെ ത്രികോണങ്ങളുണ്ട്. ആ ത്രികോണ സ്തംഭം അഥവാ ട്രയാങ്കുലർ പ്രിസം എന്ന് പറയും. ഇനി സിലിണ്ടർ എടുത്തു കഴിഞ്ഞാൽ ഈ സിലിണ്ടറിൻ്റെ ബേസും സർക്കിളാണ്. ഇവിടെ 2 ബേസ് ഉണ്ട്, 2ഉം സർക്കിൾ തന്നെയാണ്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും വെക്കാം, അല്ല ഇങ്ങനെ വേണമെങ്കിലും വെക്കാം. അപ്പോൾ സിലിണ്ടർ അഥവാ വൃത്തസ്തംഭം, ആ പേര് വരുന്നത് ആ പാദം വൃത്തമായതുകൊണ്ടാണ് വൃത്തസ്തംഭം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് പിരമിഡ്സിനെ കുറിച്ചാണ്. പിരമിഡ്സ് അഥവാ സ്തൂപികകൾ എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഈജിപ്തിലെ പിരമിഡാണ് നമ്മൾ ഓർമ്മ വരുന്നത് അല്ലേ? അതായത് മുകളിൽ കൂർത്തിരിക്കുന്ന ഷേപ്പാണ് പിരമിഡ്. ഞാനിവിടെ കുറച്ച് പിരമിഡ് കാണിച്ചു തരാം. ഇതൊരു പിരമിഡാണ് അല്ലേ? മുകളിൽ കൂർത്തിരിക്കുന്ന ഒരു പിരമിഡ്. ഇതൊരു പിരമിഡാണ്, കണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ബേസ്, ഈ ഒരു പിരമിഡിന്റെ ബേസ് എന്ന് പറയുന്നത് സ്ക്വയർ ആണ്. ഇതിന്റെ പാദം സമചതുരമാണ്. അപ്പോൾ ഇതിനെ സമചതുര സ്തൂപിക എന്ന് പറയും, അല്ലെങ്കിൽ സ്ക്വയർ പിരമിഡ് എന്ന് പറയും. ഇനി ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് സർക്കിൾ ആയതുകൊണ്ട് ഇതിനെ നമുക്ക് കോൺ അഥവാ വൃത്തസ്തൂപിക എന്ന് വിളിക്കാം. അപ്പം ഞാനിവിടെ 2 സ്തൂപികൾ വരച്ച് കാണിക്കാം. ഈ പിരമിഡിന്റെ ബേസ് അഥവാ പാദം എന്ന് പറയുന്നത് സമചതുരമാണ്. അപ്പൊ ഇതിനെ സമചതുര സ്തൂപിക എന്ന് പറയും, അഥവാ സ്ക്വയർ പിരമിഡ്. ഇനി ബേസ് ത്രികോണമാണെങ്കിൽ ത്രികോണ സ്തൂപിക അഥവാ ട്രയാങ്കുലർ പ്രിസം എന്ന് പറയും. ബേസ് സർക്കിൾ ആകുമ്പോൾ അത് കോൺ എന്ന് പറയും. അപ്പോൾ മനസ്സിലായാലും ഇതിന്റെ ബേസ് സമചതുരമായതുകൊണ്ടാണ് സമചതുര സ്തൂപിക എന്ന് പേര് വന്ന, സ്ക്വയർ ആയതുകൊണ്ട് സ്ക്വയർ പിരമിഡ്. ഇനി ഇതിന്റെ ഈ മുകളിലത്തെ കൂർത്തിരിക്കുന്ന ആ പോയിന്റിന് പറയുന്ന പേരാണ് അപ്പെക്സ് അഥവാ ശീർഷം. അപ്പൊ ഇതാണ് അപ്പെക്സ് അഥവാ ശീർഷം. ഇത് സമചതുരം ബേസ്. അപ്പൊ ഈ ഒരു വശത്തിനെയാണ് നമുക്ക് ബേസ് എഡ്ജ് എന്ന് പറയുന്നത്, അഥവാ പാദ വക്കെന്ന് പറയും. അപ്പൊ ഇവിടെ അപ്പെക്സ് ഇതാണ്, അപ്പെക്സ് അഥവാ ശീർഷം. ഇനി ബേസ് എഡ്ജിനെ നമ്മൾ എ എന്ന ആൽഫബറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ഒരു സ്ക്വയർ പിരമിഡിന്റെ ഓരോ സൈഡും, അതായത് ട്രയാങ്കിൾ ആണ് അല്ലെ, ഒരു ത്രികോണങ്ങളാണ്. ഇവിടെ 4 ത്രികോണങ്ങൾ ചേർന്ന് മുകളിലേക്ക് ചെരിഞ്ഞിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇതെല്ലാം ഐസോസിലസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണങ്ങളാണ്. ഇനി ഈ ഓരോ വക്കുണ്ടല്ലോ, ഈ ഒരു വക്ക്, ഇതൊരു വക്ക്, ഇതൊരു വക്ക്, ഇതൊരു വക്ക്. അപ്പൊ 4 വക്കുകളാണുള്ളത്. ആ വക്കുകൾക്കാണ് ലാറ്ററൽ എഡ്ജ് എന്ന് പറയുന്നത്. ലാറ്ററൽ എഡ്ജിന് ഇ എന്ന് ആൽഫബറ്റ് കൊടുക്കും. ഈ ലാറ്ററൽ എഡ്ജിനാണ് പാർശ്വവക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ലാറ്ററൽ എഡ്ജ് ഏതാണ്? അപ്പൊ വൃത്തസ്തൂപികയുടെ കേസിൽ ഇതെന്താണ്? കേർവ്ഡ് ആണ് അല്ല, ഇങ്ങനെ വളഞ്ഞതാണ് അല്ലെ. ഈ ആൽഫബറ്റ് ഒക്കെ ഓർത്തിരിക്കാൻ നമുക്ക് ഇക്വേഷനിലൊക്കെ ഈ സെയിം ലെറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, ഇതൊരു കളിപ്പാട്ടമാണ്, അപ്പോൾ ഇത് പൊതിയണം. ആ പൊതിയാൻ വേണ്ടി എന്തുമാത്രം പേപ്പർ വേണം? അപ്പം നമ്മൾ എല്ലാ വശവുമാണ് പൊതിയുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഇതിന്റെ സർഫസ് ഏരിയ അഥവാ ടോട്ടൽ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഒരു പിരമിഡ്
ഒരു സമചതുര സ്തൂപികയുടെ ഉപരിതല പരപ്പളവ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫേസ് വേണം. ഇത് ഫേസ് എന്ന് പറഞ്ഞാൽ മുഖം അല്ല. ഈ 4 പാർശ്വമുഖങ്ങൾ, ഈ വശങ്ങളിലുള്ളതിനെയാണ് പാർശ്വമുഖങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ 9th പഠിച്ചതാണ്. പാദം എന്ന് പറയുന്നു, ബേസ് എന്ന് പറയുന്നു. അപ്പോൾ ലാറ്ററൽ ഫേസസ് ആണ് ഈ 4 ട്രയാങ്കിൾസ്. അതിൻ്റെ ഏരിയയും വേണം, ഈ ബേസിന്റെ ഏരിയയും വേണം. അപ്പൊ പാദത്തിന്റെ പരപ്പളവും ഈ 4 ത്രികോണങ്ങളുടെ പരപ്പളവും കൂടെ ചേർക്കുമ്പോഴാണ് നമുക്ക് ഉപരിതല പരപ്പളവ് കിട്ടുന്നത്. നമ്മളോട് ഒരു ക്വസ്റ്റ്യനിൽ ഉപരിതല പരപ്പളവ് കാണാനൊന്നും പറയുകയല്ല. നമ്മളോട് പറയുന്നത് പെയിന്റ് അടിക്കാനോ അല്ലെങ്കിൽ ഇത് പൊതിയണം, അതിന് എന്തുമാത്രം പേപ്പർ വേണം, ഇങ്ങനെയാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക അത് ഉപരിതല പരപ്പളവാണ്. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതിന്റെ 4 വശങ്ങൾ മാത്രം പരപ്പളവ് കണ്ടാൽ മതിയെങ്കിൽ ഈ ബേസ് അതിൻ്റെ കൂടെ കൂട്ടരുത്. മനസ്സിലായല്ലോ? ഇനി നമുക്കറിയാവുന്ന എന്താണ്, ഇതൊരു സമചതുരമാണ്. സമചതുരത്തിന്റെ പരപ്പളവ് കാണാൻ, ഏരിയ കാണാൻ നമുക്കറിയാം. ഒരു സ്ക്വയറിന്റെ ഏരിയ കാണുന്ന സൈഡ് ഇൻറ്റു സൈഡ്, വശം ഗുണം വശമാണ്. പിന്നെ ഇതെല്ലാം ട്രയാങ്കിൾ ആണ് അല്ലെ, ത്രികോണങ്ങളാണ്. അപ്പോൾ ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് കിട്ടിയാൽ അതിന്റെ 4 കൊണ്ട് ഗുണിച്ച് കഴിയുമ്പം ഈ മുഴുവനും പരപ്പളവ് ആയല്ലോ. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവ് കിട്ടും. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതിനെ ഒന്ന് തുറന്നിട്ട് നിവർത്തി വെച്ച് കാണിച്ചു തരാം. നമ്മുടെ ഈ സ്തൂപികയെ, ഈ സ്ക്വയർ പിരമിഡിനെ ഒന്ന് തുറന്നിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഒരു ബേസ് സ്ക്വയറും 4 ട്രയാങ്കിളും വന്നിട്ടുണ്ട്. അപ്പൊ ഇത് പൊതിയണമെങ്കിൽ ഇത്രയും പേപ്പർ വേണം അല്ലെ, പെയിന്റ് അടിക്കണമെങ്കിൽ ഇതെല്ലാം പെയിന്റ് അടിക്കണം അല്ലെ. അപ്പോൾ നമുക്ക് ഈ സ്ക്വയറിന്റെ ഏരിയയും കാണണം, ഈ 4 ട്രയാങ്കിളിന്റെ ഏരിയയും കാണണം. അത് ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാലും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയയെ TSA എന്ന് എഴുതാം, ഉപരിതല പരപ്പളവ്. അത് കാണാനായിട്ട് എന്തൊക്കെ വേണം? ഏരിയ ഓഫ് സ്ക്വയർ വേണം അല്ലെ, സമചതുരത്തിന്റെ ഏരിയയും പിന്നെ ഏരിയ ഓഫ് 4 ട്രയാങ്കിൾസ്. ഞാൻ പറഞ്ഞു ഇത് ഐസോസിലസ് ട്രയാങ്കിൾസ് ആണ്. അതായത് ഈ ഓരോ വക്കുകളും, ഈ 2 വക്കുകള് ഒരേ നീളമാണ് അല്ലെ. അപ്പൊ ഇത് സമപാർശ്വ ത്രികോണമാണ്. അപ്പൊ ഇവിടെ സ്ക്വയറിന്റെ ഏരിയ കാണാൻ നമുക്കറിയാം, വശം ഗുണം വശമാണ്. ഞാനിവിടെ അതിനെ തുറന്നു വെച്ച് ഫിഗർ വരച്ചിട്ടുണ്ട്. ഇതിന്റെ ബേസ് സ്ക്വയർ ആണല്ലോ. സ്ക്വയറിന്റെ ഓരോ വശവും A ആണ്, സമചതുരമാണ്. അപ്പൊ ഏരിയ ഓഫ് ദി സ്ക്വയർ കാണാൻ വേണ്ടി A ഇൻറ്റു A എന്ന് എഴുതി അല്ലെ. ഇനി 4 ത്രികോണങ്ങളുടെ ഏരിയ വേണം. ഒരെണ്ണത്തിന്റെ ഏരിയ കിട്ടിയാൽ അതിനെ 4 കൊണ്ട് ഗുണിച്ചാൽ മതി. ഒരു ത്രികോണത്തിന്റെ ഏരിയ കാണാൻ എങ്ങനെയാ സമവാക്യം? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലെ. അപ്പൊ നമുക്കിവിടെ ഹാഫ് ഇൻറ്റു പാദം ഗുണം ലംബം. അപ്പൊ ഈ ത്രികോണത്തിൻ്റെതാണ്. ത്രികോണത്തിന്റെ ലംബത്തിനെ, അതായത് ഉയരത്തിനെ ഞാൻ L എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ L ആണ് നമ്മുടെ സ്ലാൻ ഹൈറ്റ്. സ്ലാൻ ഹൈറ്റ് എന്ന് പറയും, അഥവാ L ചരിവുയരം. അപ്പൊ ഞാനത് ഈ ഫിഗറിനകത്ത് മാർക്ക് ചെയ്ത് കാണിക്കാം. അതായത് അപ്പെക്സിൽ നിന്ന്, ശീർഷത്തിൽ നിന്ന് ഈ പാദത്തിന്റെ മിഡ് പോയിന്റിലേക്ക്, മധ്യബിന്ദുവിലേക്ക് വരയ്ക്കുന്ന വരയാണ് ഈ സ്ലാൻ ഹൈറ്റ്. ഇപ്പൊ മനസ്സിലായോ? സ്ലാൻ ഹൈറ്റ് അഥവാ ചരിവുയരം, ചരിഞ്ഞിരിക്കുന്ന ഉയരമാണ്. അത് ഈ ത്രികോണത്തിന്റെ ഉയരമാണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ ത്രികോണത്തിന്റെ ഏരിയ കാണണം. ത്രികോണത്തിന്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഹാഫ് ഇൻറ്റു ബേസ് എന്താണ്? ബേസ് A ആണ്, ഇൻറ്റു L ആണ് ചരിവുയരം. അപ്പൊ ഞാൻ ഇവിടെ ഫിഗറിൽ L മാർക്ക് ചെയ്ത് കാണിക്കാം. ഇതാണ് L, ഈ റെഡ് കളറിലെ ലൈനാണ് L. അപ്പൊ നമുക്കിവിടെ എന്തെഴുതാം? 4 ഇൻറ്റു ഹാഫ് AL എന്ന് എഴുതാമല്ലോ. ഇനി A ഇൻറ്റു A എന്താണ്? A സ്ക്വയർ ആണ്, പ്ലസ് 4നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 2 വന്നല്ലോ. അപ്പൊ 2AL എന്ന് എഴുതാമല്ലോ. ഇതാണ് ടോട്ടൽ സർഫസ് ഏരിയയുടെ സമവാക്യം. അപ്പൊ ഈ ഒരു ഫോർമുല നമുക്ക് പഠിച്ചിരിക്കുക. ഇനി ഈ ഫോർമുല ആയിട്ട് പഠിച്ചില്ലെങ്കിലും സാരമില്ല, ഓരോന്നിന്റെയും പരപ്പളവുകൾ കൂട്ടിയാൽ മതി. പാദത്തിന്റെ പരപ്പളവ് പ്ലസ് 4 ത്രികോണങ്ങളുടെ പരപ്പളവ്. ഇനി ഈ സ്ലാൻ ഹൈറ്റ് L അഥവാ ചരിവുയരം നമുക്ക് തന്നിട്ടില്ല, പകരം ഇയും എയും തന്നിട്ടുണ്ടെങ്കിൽ, ഇതൊരു മട്ടത്രികോണമാണല്ലോ, ഇത്രയും ഭാഗം മാത്രം
അല്ലേ? അപ്പം മട്ടത്രികോണത്തിൽ പൈതഗോറസ് തിയറം, റൈറ്റ് ട്രയാങ്കിളിൽ പൈതഗോറസ് തിയറം കൊടുക്കുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്, അല്ലെ? കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഇവിടെ കർണമല്ലേ ഈ, ഹൈപ്പോട്ടന്യൂസ് ഈ ആണല്ലോ. അപ്പൊ ഈ സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് a/2 ഹോൾ സ്ക്വയർ. ഈ a/2 എങ്ങനെയാ വന്നത്? നമ്മുടെ മട്ടത്രികോണത്തിൽ ഇത്രയും ഭാഗം എടുക്കുന്നുള്ളൂ. ഇത് മുഴുവനും കൂടെയാണ് a, അതിന്റെ പകുതിയാണ് a/2, അല്ലെ? അപ്പൊ നമുക്ക് അതിൽ നിന്ന് എൽ സ്ക്വയർ കാണാമല്ലോ. അല്ലെങ്കിൽ എൽ സ്ക്വയർ ഈക്വൽ ടു ഇ സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ. അതിൽ നിന്ന് എല്ല് കാണുമ്പോൾ റൂട്ട് ഇട്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെ? സ്ക്വയർ കളയാൻ വേണ്ടി റൂട്ട് ഇടുക ഒക്കെ നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്യുന്നുണ്ട്. ഇനി ഈ സമവാക്യങ്ങളൊന്നും അറിയത്തില്ലെങ്കിൽ നമുക്ക് നമ്പേഴ്സ് തരുമ്പോൾ ത്രികോണം ആയതുകൊണ്ട് കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്നുള്ള സമവാക്യം അറിയാമല്ലോ. അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇത് ഏതാണ് എൽ, ഏതാണ് എ, ഏതാണ് ഇ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ചരിവുയരം എൽ, പാർശ്വവക്ക് ഇ, പാദവക്ക് എ ബേസ് എഡ്ജ്, എൽ സ്ലാൻ ഹൈറ്റ്, ഇ ലാറ്ററൽ എഡ്ജ്. മറന്നു പോകരുത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പിരമിഡിന്റെ, ഈ സ്തൂപികയുടെ ഉയരം അഥവാ ഹൈറ്റ് ആണ്. അതായത് അത് നമുക്ക് ഈ അപ്പെക്സിൽ നിന്ന്, ഈ ശീർഷത്തിൽ നിന്ന് പാദത്തിന്റെ മധ്യബിന്ദുവിലേക്ക് വരയ്ക്കുന്ന വരയുടെ നീളമാണ്. അത് ഞാൻ ഈ പച്ച കളറിൽ വരച്ചിരിക്കുന്നതാണ്. അതിന്റെ ആ ഉയരമാണ് ഈ സ്തൂപികയുടെ ഉയരം, ഈ പിരമിഡിന്റെ ഉയരം. ഈ എൽ എന്ന് പറയുന്നത് സ്ലാൻ ഹൈറ്റ് ആണ്. എല് സ്ലാൻ ഹൈറ്റ് എന്ന് പറയുന്നത് ത്രികോണത്തിന്റെ ഉയരമാണ്. അത് ഞാൻ ഇവിടെ വരച്ച് കാണിക്കാം റെഡ് കളറിൽ. ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. ഈ റെഡ് കളറിലത് എല്ലാണ്, ഗ്രീൻ കളറിലതാണ് ഹെച്ച്, ഹൈറ്റ് ഓഫ് ദി പിരമിഡ്. ഹെച്ച് ഹൈറ്റ് ഓഫ് ദി പിരമിഡ് സ്തൂപികയുടെ ഉയരം. എൽ എന്ന് പറയുന്നത് സ്ലാൻ ഹൈറ്റ് അഥവാ ചരിവ് ഉയരം. ഇ എന്ന് പറയുന്നത് ലാറ്ററൽ എഡ്ജ്. ലാറ്ററൽ എഡ്ജിനെ പാർശ്വവക്കെന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് എയും കൂടെ ഉണ്ട്. എ എന്താണ്? ബേസ് എഡ്ജ് അഥവാ പാദവക്ക്. അപ്പൊ ഈ ആൽഫബറ്റുകളും പേരുകളും നിങ്ങൾ ഓർത്ത് വെക്കണം. ഇനി നമുക്ക് ഈ ഹൈറ്റ് കണ്ടുപിടിക്കണം, ഹെച്ച് കണ്ടുപിടിക്കണം, ഹൈറ്റ് ഓഫ് ദി പിരമിഡ്. അവിടെ നമ്മൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് വരയ്ക്കുന്നത്. അതായത് ഈ പാദത്തിന്റെ മിഡ് പോയിന്റിൽ നിന്ന് ഈ ട്രയാങ്കിളിന്റെ ബേസിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുമ്പോൾ നമുക്ക് ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടും. കണ്ടോ? ഇതൊരു മട്ടത്രികോണമാണ്. അപ്പൊ ഇവിടെയും നമ്മൾ പൈതഗോറസ് തിയറമാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ കർണം എന്താണ്? ഹൈപ്പോട്ടന്യൂസ് എൽ ആണ്, അല്ലെ? അപ്പൊ കർണം സ്ക്വയർ ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ. ബേസ് ഞാൻ പറഞ്ഞു ഇതിന്റെ മിഡ് പോയിന്റ് ആയതുകൊണ്ട് പകുതിയെ വരത്തുള്ളൂ. എയുടെ പകുതി a/2 ഹോൾ സ്ക്വയർ പ്ലസ് ഹെച്ച് സ്ക്വയർ, അല്ലെ? അപ്പൊ ഇവിടുന്ന് എല്ലും എയും അറിയാമെങ്കിൽ ഹെച്ച് കണ്ടുപിടിക്കാമല്ലോ, അല്ലെ? എച്ച് സ്ക്വയർ ഈക്വൽ ടു എൽ സ്ക്വയർ മൈനസ് a/2 ഹോൾ സ്ക്വയർ. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവിടെ എല്ലും ഇയും എയും തമ്മിലുള്ള ബന്ധമാണ്. ഇവിടെ ഹെച്ചും എല്ലും എയും തമ്മിലുള്ള ബന്ധമാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയാലും ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ ഏത് ചോദ്യം വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് പേജ് നമ്പർ 259 ചോദ്യങ്ങൾ ചെയ്യാം. ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. എ സ്ക്വയർ ഓഫ് സൈഡ് 5 cm ആൻഡ് 4 isosceles triangles of base 5 cm and height 8 cm are to be put together to make a square pyramid. How many square centimeters of paper are needed? അതായത് ഒരു സമചതുരത്തിന്റെ ഒരു വശം 5 സെന്റിമീറ്ററും 4 സമപാർശ്വ ത്രികോണങ്ങൾ അവയുടെ പാദം 5 സെന്റിമീറ്ററും ഉയരം 8 സെന്റിമീറ്ററും ആയിട്ടുള്ള
4 ത്രികോണങ്ങളും കൂടെ ചേർത്ത് വെച്ച് ഒരു സമചതുര സ്തൂപിക ഉണ്ടാക്കണം. അപ്പോൾ അത് പൊതിയാൻ വേണ്ടി എന്തുമാത്രം പേപ്പർ വേണം, സ്ക്വയർ സെന്റിമീറ്ററിലാണ് ഉത്തരം വേണ്ടത്. അപ്പോൾ നമുക്ക് ആ തുറന്നു വെച്ച പടമാണ് വേണ്ടത്. ഞാൻ ഇവിടെ ഫിഗർ വരച്ചിട്ടുണ്ട്. ആ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം 5 സെന്റിമീറ്ററും ത്രികോണത്തിന്റെ ഉയരം 8 സെന്റിമീറ്ററും പാദം 5 സെന്റിമീറ്റർ. പാദം ഇവിടെ ഞാൻ മാർക്ക് ചെയ്തുകൊണ്ടാണ് അവിടെ മാർക്ക് ചെയ്യാൻ. അപ്പൊ നമുക്കിവിടെ എന്താണ് ടോട്ടൽ സർഫസ് ഏരിയ ആണ് കാണേണ്ടത്. ടോട്ടൽ സർഫസ് ഏരിയ പൊതിയുക എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ ആണ് വേണ്ടത്. TS എന്ന് ഷോർട്ട് ഫോം എഴുതിയാൽ മതി. ഉപരിതല പരപ്പളവ് കാണാനുള്ള സമവാക്യം ഞാൻ പറഞ്ഞു തന്നു. അതായത് എന്താണ്, ബേസ് ഏരിയയുടെ കൂടെ 4 ത്രികോണങ്ങളുടെ ഏരിയ കൂട്ടിയാൽ മതി. സമവാക്യം കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ ചെയ്താൽ മതി. നമുക്കറിയാം ബേസ് സ്ക്വയർ ആണ്, സമചതുരമാണ്. അപ്പോൾ വശം ഗുണം വശമാണ്. വശം ഗുണം വശം 5 ഗുണം 5 പ്ലസ് 4 ത്രികോണങ്ങളാണ്. ഒരെണ്ണത്തിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ഒരെണ്ണത്തിന്റെ കാണാൻ ഹാഫ് ഇൻറ്റു പാദം ഗുണം ഉയരം. പാദം എന്ന് പറയുന്നത് 5 തന്നെയാണ്. ഉയരം, ആ ത്രികോണത്തിന്റെ ഉയരം 8 ആണ്. അപ്പൊ 5 ഗുണം 5 25 പ്ലസ് 4നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 2 വന്നു. 2 ഗുണം 5 10, 10 ഗുണം 8 80. ഇപ്പൊ 80ഉം 25 105 സ്ക്വയർ സെന്റിമീറ്റർ അഥവാ ചതുരശ്ര സെന്റിമീറ്റർ ആണ് പരപ്പളവ്, ഉപരിതല പരപ്പളവ്. ഇനി സമവാക്യം വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ A² പ്ലസ് 2AL ആണല്ലോ. അപ്പൊ A² എന്ന് പറയുമ്പോൾ 5 സ്ക്വയർ, A 5 ആണ്, പ്ലസ് 2 ഇൻറ്റു 5 ഇൻറ്റു L. L ആണ് ഈ ചരിവ് ഉയരം, സ്ലാൻ ഹൈറ്റ് 8. ഇപ്പോൾ 5 സ്ക്വയർ 25 വന്നു, പ്ലസ് 2 ഇൻറ്റു 5 10, 10 ഇൻറ്റു 8 80 എന്ന് വന്നു. 25ഉം 80ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 105 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് വന്നു. മനസ്സിലായല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. എ ടോയ് ഇസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഓഫ് ബേസ് എഡ്ജ് 16 സെന്റിമീറ്റർ ആൻഡ് സ്ലാൻ ഹൈറ്റ് 10 സെന്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പെയിന്റിംഗ് 500 സച്ച് ടോയ്സ് അറ്റ് 80 rupees പെർ സ്ക്വയർ മീറ്റർ? അപ്പൊ നമ്മളോട് ചോദ്യത്തിൽ ടോട്ടൽ സർഫസ് ഏരിയ ആണോ കാണേണ്ടതെന്നൊന്നും പറഞ്ഞിട്ടില്ല. പെയിന്റ് അടിക്കാനാണ്. പെയിന്റ് അടിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ വശവും പെയിന്റ് അടിക്കണം. ഇനി ഇവിടെ ഇപ്പോൾ അങ്ങനെ 500 കളിപ്പാട്ടങ്ങളുണ്ട്. ആ ഒരു 500 കളിപ്പാട്ടങ്ങളുടെയും ഉപരിതല പരപ്പളവ് കാണണം. അപ്പോൾ ഒരെണ്ണത്തിന്റെ ഉപരിതല പരപ്പളവ് കണ്ടു കഴിഞ്ഞാൽ 500 എണ്ണത്തിന്റെയും കിട്ടുമല്ലോ. 500 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ. പിന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം സെന്റിമീറ്ററിലാണ് കിടക്കുന്നത്, നമുക്ക് തന്നിരിക്കുന്ന അളവുകൾ. പക്ഷെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സ്ക്വയർ മീറ്ററിനാണ് 80 രൂപ, ഒരു ചതുരശ്ര മീറ്ററിനാണ് 80 രൂപ. അപ്പം നമ്മൾ ആ സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റിയിട്ട് വേണം അവസാനം ചെയ്യാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ചോദ്യം കിട്ടുമ്പോഴേ പെയിന്റിങ് ആണോ, കവർ ചെയ്യാനാണോ, എല്ലാ വശവും കവർ ചെയ്യണോ, പെയിന്റ് ചെയ്യണോ എന്നൊക്കെ നോക്കുക. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഇത് പല യൂണിറ്റിലാണോ, സെന്റിമീറ്ററിലും മീറ്ററിലും ആണോ കിടക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പടം വരച്ചിട്ടുണ്ട്. നമുക്കറിയാം ടോട്ടൽ സർഫസ് ഏരിയ കാണാനാണ്. ഇപ്പോൾ ബേസ് ഏരിയയും 4 ത്രികോണങ്ങളുടെ ഏരിയയും കൂടെ കൂട്ടിയാൽ മതി. ബേസ് ഏരിയ എന്ന് പറയുന്നത് 16 ഗുണം 16 ആണ്, ഒരു വശം 16 ആണ്, പ്ലസ് 4 ഗുണം ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു പാദം ഗുണം ഉയരം. പാദം 16ഉം ഉയരം, ത്രികോണത്തിന്റെ ഉയരം 10ഉം ആണ്. അപ്പോൾ 4നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 2 വന്നു. 16നെ 16 കൊണ്ട് ഗുണിക്കുമ്പം 256 വന്നു. പിന്നെ 2 ഗുണം 16 32 ഇൻറ്റു 10 320 എന്ന് വന്നു. അപ്പൊ എത്ര വന്നു? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 576 സ്ക്വയർ സെന്റിമീറ്റർ. ഇതെന്താണ്? TSA ഉപരിതല പരപ്പളവ് എന്ന് പറയുന്ന ഒരു ടോയിയുടെയാ അല്ലെ. ഇപ്പൊ TSA ഓഫ് 1 ടോയ് അല്ല ഇത്, അല്ലെങ്കിൽ ഒരു കളിപ്പാട്ടത്തിന്റെ ഉപരിതല പരപ്പളവാണ് ഈ 576 അല്ലെ. അത് ഈ രീതിയിൽ നമുക്ക് ചെയ്യുമ്പോഴും സെയിം ആൻസർ കിട്ടും. A² എന്ന് പറയുന്നത് 16 സ്ക്വയർ ആണ്, പ്ലസ് 2 ഇൻറ്റു 16 ഇൻറ്റു 10. അപ്പോൾ 256 പ്ലസ്
320 വന്നു. അത് തന്നെയല്ലേ 576. അപ്പോൾ ഒരു കളിപ്പാട്ടത്തിൻ്റെ പരപ്പളവ് ആണ് ഈ 576 സ്ക്വയർ സെന്റിമീറ്റർ. ഇനി അങ്ങനെ എത്ര കളിപ്പാട്ടം ഉണ്ട്? 500 കളിപ്പാട്ടങ്ങളുണ്ട് അല്ലെ. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് 500 ടോയ്സ്, 500 കളിപ്പാട്ടങ്ങളുടെ പരപ്പളവ്. അപ്പൊ എത്ര? 500നെ എത്ര കൊണ്ട് ഗുണിക്കണം? 576 ഒരെണ്ണത്തിന്റെ പരപ്പളവ് കൊണ്ട് ഗുണിക്കണം. മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പം നമുക്ക് 288,000 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു സ്ക്വയർ മീറ്ററിനാണ് 80 രൂപ. നമുക്ക് സ്ക്വയർ സെന്റിമീറ്ററിലാണ് ഉത്തരം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ മാറ്റണമല്ലോ. അതായത് നമുക്കറിയാവുന്ന എന്താണ്? 100 സെന്റിമീറ്റർ ആണ് ഒരു മീറ്റർ. ഈ കാര്യം നമുക്കറിയാം അല്ലെ. അപ്പൊ 100 നമുക്ക് സ്ക്വയർ സെന്റിമീറ്റർ ആണ്. അപ്പൊ 100 സെന്റിമീറ്റർ ഇൻറ്റു 100 സെന്റിമീറ്റർ എന്ത് വരും? 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ ആണ് അല്ലെ. അപ്പൊ 100 ഗുണം 100 എത്രയാണ്? എത്ര പൂജ്യം വരും? 4 പൂജ്യം സ്ക്വയർ സെന്റിമീറ്റർ. സെന്റിമീറ്റർ ഇൻറ്റു സെന്റിമീറ്റർ ആണ് സ്ക്വയർ സെന്റിമീറ്റർ. ഈക്വൽ ടു 1 ഗുണം 1 മീറ്റർ ഇൻറ്റു മീറ്റർ സ്ക്വയർ മീറ്റർ. അപ്പൊ 10,000 സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഒരു സ്ക്വയർ മീറ്റർ. അപ്പോൾ ഒരു സ്ക്വയർ സെന്റിമീറ്റർ എന്ന് പറയുന്നത്, അതായത് 10,000-ൽ നിന്ന് 1 കാണണമെങ്കിൽ നമ്മൾ ഹരിക്കണം. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കാണാൻ വേണ്ടിയിട്ട് ഹരിക്കുകയാണ്, ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1 ഈ നമ്പർ 10,000, 1 10,000 സ്ക്വയർ മീറ്റർ ആണ്. ഇനി നമ്മുടെ കയ്യിൽ എത്ര സ്ക്വയർ മീറ്റർ ആണ് ഉള്ളത്? 288,000 സ്ക്വയർ സെന്റിമീറ്റർ ആണ് നമുക്കുള്ളത്. അത് എത്ര മീറ്റർ ആണ്? അപ്പോൾ 1ൽ നിന്നാണ് വലിയ നമ്പറിലേക്ക് പോകുന്നത്. അപ്പോൾ 1ന്റെ വില അറിയാമെങ്കിൽ വലിയതിന്റെ വില കാണാനായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 1/10,000ന് 288,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ എത്ര സീറോസ് കട്ട് ചെയ്യാം? 3 സീറോസ് കട്ട് ചെയ്യാം അല്ലെ. പിന്നെ എന്താ ഉള്ളത്? 288/10 ആണ്. അതായത് 28.8 സ്ക്വയർ മീറ്റർ ആണ് ഇത്രയും സ്ക്വയർ സെന്റിമീറ്റർ എന്ന് മനസ്സിലായല്ലോ. ഇനി ഒരു സ്ക്വയർ മീറ്ററിന് 80 രൂപയാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഒരു സ്ക്വയർ മീറ്ററിന് 80 രൂപ. അങ്ങനാണെങ്കിൽ 28.8 സ്ക്വയർ മീറ്ററിന് എത്ര രൂപയാവും? 1ൽ നിന്ന് വലുതിലേക്ക് കാണണം അല്ലെ. അപ്പൊ മൾട്ടിപ്ലൈ അല്ല ചെയ്യേണ്ട, 80 ഇൻറ്റു 28.8 റുപ്പീസ് എന്ന് വരും. അപ്പൊ 80 ഇൻറ്റു 28.8 മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡെസിമൽ പോയിന്റ് ഉള്ളതാണ്. ഡെസിമൽ പോയിന്റ് ദശാംശ ബിന്ദു ഉള്ളതാണെങ്കിലും ദശാംശ ബിന്ദു ഇല്ലാതെ നമ്മൾ ഗുണിക്കണം. അതായത് 288നെ 80 കൊണ്ട് ഗുണിക്കണം. 80ക്കകത്ത് ഒരു 0 ഉള്ളതുകൊണ്ട് ആ 0 മാറ്റി വെച്ചിട്ട് നമുക്ക് ഗുണിച്ചാൽ മതി. എന്നിട്ട് ലാസ്റ്റ് 0 ഇട്ട് കൊടുത്താൽ മതി. മനസ്സിലായി? ഇപ്പൊ 2304 എന്ന് ഉത്തരം കിട്ടി. ഇപ്പൊ ഇവിടെ ദശാംശത്തിന് ശേഷം ഒരക്കമുണ്ട് അല്ലെ. അപ്പൊ എത്ര വന്നു? 2304.0 റുപ്പീസ് എന്ന് കിട്ടിയല്ലോ. അല്ലെങ്കിൽ 2304 റുപ്പീസ് എന്ന് എഴുതിയാൽ പോരെ, ഈ 0.0യുടെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് ലാസ്റ്റ് ആൻസർ ആയിട്ട് എന്ത് എഴുതാം? ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു 2,304 റുപ്പീസ് എന്ന് എഴുതാം. ആകെ ചിലവ് ഈക്വൽ ടു 2,304 രൂപ എന്ന് എഴുതിയാൽ മതി. 2 ചോദ്യങ്ങൾ മനസ്സിലായാലും എഴുതി പഠിക്കുക. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. എല്ലാം വേർഡ് പ്രോബ്ലംസ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ പടമില്ലാത്തതിനെ നമ്മൾ പടം വരച്ചിട്ട് ചെയ്യുക. പിന്നെ ആൽഫബറ്റ്സ് AELH ഈ 4 ആൽഫബറ്റ്സ് ആണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. അതെന്താണെന്നുള്ളതും പഠിച്ചു വെക്കുക. ബാക്കി ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.